ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഫൈസൽ. അപ്പോൾ ഇന്ന് കാലത്ത് നടക്കാൻ ഇറങ്ങിയപ്പോൾ ചെറിയൊരു വിശപ്പ്. അപ്പോൾ നമ്മൾ നോർമലി ഇഡ്ഡലി, വട, പൂരി, ദോശ, പുട്ട്, അപ്പം ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുക. അപ്പോൾ ചൈനക്കാരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ള ഒരു കുഞ്ഞു അറിവ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ കണ്ടന്റ് ഒന്നും ഇല്ലാതല്ല കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട്. അവിടെ ചൈനക്കാരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. കമോൺ. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതേ കഞ്ഞിയുണ്ട്, പിന്നെ ഇവർ കൂടുതലും പുഴുങ്ങിയ ഐറ്റംസാണ് കഴിക്കുക. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കണ്ട സ്വീറ്റ് കോണ്, മുട്ട, പിന്നെ ഇലയാട പോലെ എന്തോ ഒരു സാധനം പുഴുങ്ങി വെച്ചിട്ടുണ്ട്, പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പുഴുങ്ങിയ ഭക്ഷണങ്ങൾ ഇവർ കൂടുതലും കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് കൊളസ്ട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പിന്നെ തടിയും വലുതായിട്ടുണ്ടാവില്ല. പിന്നെ ഇതാണ് ഒരു മെയിൻ ഐറ്റം ഡംപ്ലിങ്സ്. നമ്മുടെ നാട്ടിൽ ഡംപ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ പൗസ് എന്നാണ് പറയുക. ഇതിൻ്റെയൊക്കെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഓരോന്നിനും 2 രൂപ 3 രൂപ ആ റേറ്റാണ് വരിക. അപ്പോൾ നമ്മൾ ഒരു നേരം കഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-12 രൂപ ചൈനീസ് റുപ്പീസ് ആവും. ഇന്ത്യൻ റുപ്പിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 150-200 രൂപ. യെസ്. അപ്പോൾ ഇനി ഇരുന്ന് കഴിക്കുന്നവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂഡിൽസ് അതുപോലത്തെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഇതുപോലത്തെ ഉപ്പിലിട്ട കാര്യങ്ങളും അതുപോലെ തന്നെ അച്ചാർ, മുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇതൊന്നും പറ്റില്ല, നമുക്ക് ദോശ പോലത്തെ ഐറ്റംസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ചൈനയിൽ അതും ഉണ്ട്. ഇത് കണ്ടോ, ഇതൊരു ചൈനീസ് ടൈപ്പ് ഓഫ് ദോശയാണ്. മാവ് ഒഴിക്കുന്നു, അതിലേക്ക് ആവശ്യമുള്ള ഓരോ ഓപ്ഷൻസ് ആണ് കേട്ടോ. മുട്ട വേണമെങ്കിൽ മുട്ടയിടാം, ചിക്കൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പച്ചക്കറീസ് ഉണ്ട്. ഇവരെല്ലാത്തിലും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാവും. ഒരേ സാധനം തന്നെ മൾട്ടിപ്പിൾ ഫ്ലേവേഴ്സിലും മൾട്ടിപ്പിൾ ഇതിലും വരും. ഇതെല്ലാം പക്ഷേ സ്ട്രീം ചെയ്തിട്ടാണ് ഇവർ കഴിക്കുക, ഒന്നും വറുത്ത് കഴിക്കില്ല. കണ്ടോ, നേരെ സ്ട്രീമറിലിട്ടു. ഇനിയിപ്പോൾ എടുക്കുകയാണെങ്കിലും പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഭയങ്കര നൈസായിട്ടോ അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല. ഇതെല്ലാം ഒരുമാതിരി പുഴുങ്ങിയ ടൈപ്പാണ്. അപ്പോൾ സ്പൈസി ആൻഡ് നൈസ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി കഴിക്കേണ്ടി വരും. പക്ഷെ അവിടെ കഴിക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാ ദിവസവും പോയി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന കാശ് അവിടെ കൊടുക്കാനേ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ചൈനയിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾ എല്ലാവരിലോട്ടും പകരണം. കാരണം പകരുന്നവരും വളരുന്നില്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ ഫൈസൽ. ബൈ.